പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ഓഫീസിൽ നിന്നൊക്കെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശ് തന്നെ അവഗണിക്കുന്നു എന്നാണ് നയനയ്ക്ക് തോന്നിയത്. കാരണം പണ്ടത്തെ പോലെയൊന്നല്ല, എന്തൊക്കെയോ ആദർശിനെ അലട്ടുന്നുണ്ട്. ആ അലട്ടുന്ന പ്രശ്നമൊക്കെ നയനയോട് ദേഷ്യമായിട്ടാണ് കാണിക്കുന്നത്. നയനോട് കാരണമില്ലാതെ ഓരോന്ന് പറഞ്ഞ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചന്തുമോൾ വന്ന ശേഷമാണ് ഈ മാറ്റം. ചന്തുമോൾ വന്നത് ആദർശേട്ടന് ഇഷ്ടമില്ല എന്നൊക്കെ നയന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോള് നേരത്തെ വന്നോ, എന്തു പറ്റി? മോള് നേരത്തെ വരാറില്ലല്ലോ, ആദർശിൻ്റെ കൂടെയല്ലേ തിരിച്ച് വരാറുള്ളത്, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നു അമ്മേ, ആദർശേട്ടന് എന്തോ ഒരു ദേഷ്യം പോലെയാണ്, ആദർശേട്ടൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പോലെ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ചോദിച്ചിട്ടൊറ്റ പറയുന്നുമില്ല. ഞാൻ ചോദിച്ചപ്പോൾ എന്നെ എല്ലാവർക്കും ഒരുപോലെയുള്ള സ്വഭാവമല്ലല്ലോ എപ്പോഴും ഉണ്ടാവുക, എന്തെങ്കിലും പ്രശ്നമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുമല്ലോ, ആ സമയത്ത് സ്നേഹിക്കുന്നവരെ അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് ആദർശേട്ടൻ മറുപടി പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ നയന ദേവയാനിയോട് പറയുകയാണ്. അത് കേട്ടിട്ട് ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവനെന്താ വട്ടായോ, അല്ല ഇനിയിപ്പോൾ ചന്തുമോൾ വന്നത് പിടിക്കാഞ്ഞിട്ടാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അച്ഛനോട് പറഞ്ഞിട്ട് പരിഹാരം കാണുകയല്ലേ വേണ്ടത്. അച്ഛനോടാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചിട്ടൊന്നും എന്നോട് പറയുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആദർശിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മുത്തശ്ശനോട് തന്നെ നേരിട്ട് അവന് പറയാമല്ലോ, അവന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്തും പറയാനുള്ള, അവനങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, മോളോടും എന്നോടും ദേഷ്യം കാണിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി നയനയോട് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല അമ്മേ, ഏതായാലും ആദർശേട്ടൻ എന്തോ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ തലവേദന എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ചെയ്യുന്ന ജോലിയിൽ ഒരു ശ്രദ്ധയുമില്ല, പലതും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല, എന്താണെന്ന് ചെയ്യാന്നുള്ളത് എനിക്കൊരു പിടുത്തവുമില്ല, ആകെ ഒരു ടെൻഷനാവുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, അമ്മ എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ ആവുന്നത്, ഒന്ന് തീരുമ്പോൾ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം, എന്തായാലും ചന്തുമോളാണ് അവനെ അലട്ടിക്കൊണ്ട് പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അച്ഛനോട് സംസാരിച്ചിട്ടെങ്കിലും ക്ലിയർ ആക്കണം എന്നുള്ള രീതിയിലൊക്കെ ദേവയാനി നയനയോട് പറയുകയാണ്. അങ്ങനെ പിന്നീട് നയന ഫ്രഷ് ആവാനായിട്ട് മുറിയിലോട്ട് പോവുകയാണ്. ആ സമയത്തൊക്കെ ആദർശിൻ്റെ സ്വഭാവ മാറ്റത്തെക്കുറിച്ചുള്ള ആ ചിന്തയിലാണ്. എന്നിട്ട് ഈ കൊച്ചും ആദർശേട്ടനുമായിട്ട് ഇനി എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെ സംശയങ്ങൾ നയനയുടെ മനസ്സിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കുളി കഴിഞ്ഞൊക്കെ ഇങ്ങനെ തിരിച്ച് വരികയാണ്. എന്നിട്ട് കുറച്ച് വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനാമിക അങ്ങോട്ട് വരുന്നത്. ഞാനേ ചൊറിയാനായിട്ടാണ് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓഫീസിൽ നിന്ന് പെട്ടെന്ന് തന്നെ റാണി ഇങ്ങോട്ട് എത്തിയല്ലോ, എൻ്റെ ഇപ്പോൾ ഭർത്താവുമായിട്ട് അഴിച്ചു പിരിഞ്ഞോ, ആദർശേട്ടന് വലിയ ഇഷ്ടവും ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ ജോലി നോക്കി നടന്നാൽ പോരെ, എൻ്റെ കാര്യത്തിൽ തലയിടാനൊന്നും വരണ്ടല്ലോ, ഞാൻ ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ, വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കാണ്ടേ നീ അങ്ങോട്ട് പോകാൻ നോക്ക്, നിനക്കിവിടെ ഓരോരുത്തരെ ചൊറിഞ്ഞോട് നിൽക്കണമല്ലോ, അനി വന്നാൽ അനിയെ ചൊറിയാൻ, ഞാൻ വന്നാൽ എന്നെ ചൊറിയാൻ, ഇത് മാത്രമേ നിനക്ക് ജോലിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന അനാമികയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, വെറുതെ അല്ല ആദർശേട്ടൻ നിങ്ങളോടൊരു അടുപ്പവും മര്യാദയ്ക്ക് കാണിക്കാത്തത്, നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് ചേച്ചിക്കും അനിയത്തിക്കും ഒക്കെ ഈ ഒരു സ്വഭാവം തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത്, പിന്നെ ആളുകളെ മറ്റുള്ളവരെ മയക്കാനുള്ളൊരു പ്രത്യേക കഴിവും നിങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഈ തെറ്റിയവർ വീണ്ടും വീണ്ടും നിങ്ങളെ തലയിൽ കയറ്റി വെക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അനാമിക പറയുകയാണ്. ഇത് കേട്ടിട്ട് നയനയ്ക്കാണ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വെറുതെ എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കാതെ ഇവിടെ നിന്ന് പോകാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കുറേ അധികം നേരം ഇരുന്നിട്ട് നമ്മുടെ നയന ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി നയനയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളി ഇവിടെ ഇരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണോ, ഡിസൈനിങ് വരച്ചുകൊണ്ടിരിക്കുകയാണോ, ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ, കഴിച്ചിട്ട് കിടക്കേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് ആയിക്കോട്ടെ അമ്മ ഭക്ഷണം കഴിക്കാം, പക്ഷേ ആദർശേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ, ഇത്രയും ലേറ്റ് ആവുന്ന പതിവില്ല, ഫോണ് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അവൻ വന്നോളും, എന്തെങ്കിലും വർക്ക് കൂടുതലുണ്ടാകും, ആ സമയത്ത് അവൻ അധികം ഓഫീസിൽ ഇരിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിളിച്ച് ഫോൺ എടുത്ത് ആ കാര്യം ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും അവനിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരം കാണാം, മോളെ എന്തായാലും സങ്കടപ്പെടുത്താനൊന്നും ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, മോളെ ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, മോളെ താഴോട്ട് വാ, അത് കഴിച്ചിട്ട് ഇനി ഇരിക്കാം, ഡിസൈനിങ് വരയ്ക്കാനൊക്കെ ഇരിക്കാം,
ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് എത്തണം, എന്നാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ദേവയാനി ഇങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി താഴോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് നയന ചിത്രം വരച്ച ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ട് താഴോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അഭിയുടെ മുറിയിൽ വെച്ചിട്ട് ഒരു കാഴ്ച കാണുകയാണ്. ജലജയും അഭിയും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ചന്തുമോളെക്കുറിച്ചും അനഘ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചും. അപ്പം നയൻ എങ്ങനെ ആ മുറിയുടെ അടുത്തുനിന്ന് അവരെന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കുകയാണ്. ആ സമയത്താണ് അനഘയുടെ പേര് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, അനഘ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് കുട്ടിയാണ്? ഇതുവരെ അങ്ങനെ ഒരു പേരുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ആ അനഘയും ചന്തുമോളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ, എന്താ അവർ സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മുറിയുടെ അടുത്തോട്ട് ചെന്നിങ്ങനെ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പറയുന്നത്, ജലജയോട് അബി എല്ലാ കാര്യത്തെക്കുറിച്ചും പറയുകയാണ്. കാരണം ജലജ അബിക്ക് അനഘയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അതിലുള്ള കുഞ്ഞാണെന്നുള്ളത് ഏകദേശമൊക്കെ അറിഞ്ഞു കഴിഞ്ഞ ഒരു സമയമാണ്. പക്ഷേ നയനയാണെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ അവർ അമ്മയും മോനും ഇക്കാര്യത്തെക്കുറിച്ച് മറ്റാരും അറിയരുത്, ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്താകും, അല്ലെങ്കിൽ നിൻ്റെ സ്വഭാവം കാരണം ഞാൻ എന്നേ പുറത്താവേണ്ടതാണ്, പിന്നെ തട്ടിമുട്ടിയും ഇവിടെ പിടിച്ചു നിന്ന് പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ജലജ അബിയോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് അബി പറയുന്നുണ്ട്, അതൊരു തെറ്റ് പറ്റിപ്പോയി അമ്മേ, ഇനിയിപ്പോൾ അത് ഏതായാലും ആദർശേട്ടൻ്റെ മേലിലാണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ നയന എന്ന് പറയുന്നവൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തോളും, ആ ചന്തമോൾക്കൊരു പരിഹാരം ആയിക്കോളും, അതാണ് എൻ്റെ ശ്രമം എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മളെ നയന അവിടെ നിൽക്കുന്നത്. നയനയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, നീ എന്ത് വിചാരിച്ചിട്ടുണ്ടോ അതൊക്കെ കുളമായിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ ചെയ്താലും അങ്ങനെ തന്നെയാണല്ലോ, പിന്നെയും ഞാൻ ചെയ്താലും എന്തെങ്കിലും നടക്കത്തേ ഉള്ളൂ, അമ്മ ചെയ്താൽ പിന്നെ പറയേണ്ട കാര്യമില്ല, പൊട്ടത്തരത്തിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല നിൻ്റെ കൊച്ചല്ലേ ആ ചന്തുമോള്, നിൻ്റെ കാമുകിയുമാണ് അനഘ, അനഘയിലുണ്ടായ ആ കൊച്ചാണ്, അത് ആദർശിൻ്റെ പേരിലേക്ക് എങ്ങനെയാണ് നീ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ വാർത്ത കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഓഹോ ഇവന് കാമുകിയിലുണ്ടായ ആ കൊച്ചാണല്ലേ ചന്തുമോള്, എന്നിട്ടാണല്ലേ അത് ആരുടെ കൊച്ചാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നാടകം കളിക്കുന്നത്, അതിപ്പോൾ എൻ്റെ ആദർശേട്ടൻ്റെ മേലിലേക്ക് ഇടാനുള്ള പ്ലാനാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ. എന്നിട്ട് ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ എടുത്തിട്ട് അവർ സംസാരിക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. എന്നിട്ട് തൽക്കാലം ഇതിപ്പോൾ ആരും അറിയണ്ട, ഇത് വീഡിയോ സഹിതം മുത്തശ്ശനെ കാണിച്ചു കൊടുക്കണം, എന്നിട്ട് എന്താണ് മുത്തശ്ശൻ്റെ തീരുമാനം എന്ന് നോക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ ഫോണിലുള്ള വീഡിയോ ഒക്കെ എടുത്തത് സേഫാക്കി വെച്ചിട്ട് നമ്മുടെ നയന താഴോട്ട് പോവുകയാണ്. നയന അവർ സംസാരിക്കുന്നതും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും അബിയോ ജലജയോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ പിന്നീട് നയന ഇക്കാര്യത്തെക്കുറിച്ച് താഴോട്ട് വന്നതിന് ശേഷം നമ്മുടെ ദേവയാനിയോട് പറയുകയാണ്. നയന മേലെ നിന്ന് മുകളിൽ നിന്നും കേട്ട അബിയും ജലജയും സംസാരിക്കുന്നത് കേട്ട കാര്യങ്ങളൊക്കെ ദേവയാനിയോട് നയന പറയുന്നുണ്ട്. അപ്പോൾ ഇനി അനന്തപുരിയിൽ എന്താണ് നടക്കാൻ പോകുന്നത്, മുത്തശ്ശൻ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.